വ്യത്യസ്തമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ഒരു സന്ദേശമാണ് അതിനകത്തുള്ളത്. പ്രവാചകൻ ആത്മാവിൽ നമുക്ക് നൽകി തരുന്ന ദൈവവചനം അല്ലെങ്കിൽ നാം വായിക്കുമ്പോഴേ ആ വചനം നാം മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നുള്ളത്. പിന്നെ ആർക്കാണ് സമാധാനം ഉള്ളതെന്നും ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു കാണുന്നുണ്ട്. അനുതപിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വചനം ഇങ്ങനെ വായിക്കുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കരുണയും ഉള്ളവരോടും കൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ചു അവരെ അടിച്ചു. ഞാൻ കോപിച്ചു മുഖം മറച്ചു. അപ്പോൾ അവർ തിരിഞ്ഞു തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും എന്ന് അത്രയും ഭാഗം നമ്മൾ വായിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന്, അല്ലെങ്കിൽ താഴ്മയുള്ളവർക്ക്, അല്ലെങ്കിൽ അനുദപിക്കുന്നവർക്ക്, യാചിക്കുന്നവർക്ക്, ദൈവസന്നിധി വിശുദ്ധിയോടെ നിൽക്കുന്നവർക്ക്, പ്രമാണം അനുസരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നേരായ പാതയിലൂടെ ജീവിക്കുന്നവർക്ക് ഒക്കെ എപ്പോഴും സമാധാനം ദൈവം നൽകും. സ്രാജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് നന്മകൾ പകരുന്നതായിട്ട് വചനത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അനുദപിക്കുന്നവർക്കെല്ലാം ദൈവം ആശ്വാസവും സമാധാനവും നൽകും. എന്നാൽ 19-ാമത്തെ വാക്യം വായിക്കുന്നത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? ദൂരസ്ഥന്മാർക്കും സമീപസ്ഥന്മാർക്കും സമാധാനം നൽകുന്ന ദൈവം. എന്നാൽ 20-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും വായിക്കുന്നത്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിക്കാൻ കഴിയില്ല, അതിലെ വെള്ളം ചേറും ചെടിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം ചെയ്യുന്നു. ദുഷ്ടന്മാരുടെ അവസ്ഥയാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിന്റെ ശൈലിയിലൂടെ, അവരുടെ ജീവിത സാഹചര്യത്തിലൂടെ, അവരുടെ സ്വഭാവ ശൈലിയിലൂടെ അവർ ചെയ്തു കൂട്ടുന്ന സകല ദുഷ്പ്രവൃത്തികളും അവരുടെ തന്നെ സമാധാനം കെടുത്തിക്കളി. നാം അനുദപിച്ച ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവവചനം അനുസരിച്ച് പ്രമാണത്തിന് അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു, നമുക്ക് ആവശ്യമായ സമാധാനത്തെ ദൈവം തരികയാണ്. പ്രൈസ്. അങ്ങനെയുള്ളവർക്ക് ദൈവം ആശ്വാസവും സമാധാനവും സൗഖ്യം തന്ന് അവരുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. എന്നാൽ ദുഷ്ടന്മാരെന്ത് ചെയ്യുന്നു? കലങ്ങി മറിയുന്ന കടല് പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ചേറും ചെളിയും ഉയർത്തിവിടുന്നത് പോലെ ദുഷ്ടന്മാരുടെ സ്വഭാവം അങ്ങനെ. നമ്മുടെ ദേശത്തുള്ള ജനത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദേശത്തുള്ള ജനത്തെ നോക്കുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനങ്ങളെ നോക്കിയാൽ അറിയാം എന്താണ് ഭരണ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരം കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടന്മാരുടെ സ്വഭാവത്തിനനുസൃതമായ രീതികൾ അവർ ചെയ്തു കൂട്ടുന്നത്. മാറി മാറി വരുന്ന ഗവൺമെന്റുകളും മനുഷ്യന് സമാധാനം തരുന്നവരല്ല.
അവർ മനുഷ്യന്റെ ഇടയിൽ ദുഷ്ടത പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ വലിയ ഭാരങ്ങൾ തോന്നും. ഭാരം തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ കണ്ണാൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അഴിമതിയും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അല്ലേ, എങ്ങനെ ദിവ്യാഗ്രഹത്തിലൂടെ പണം സമ്പാദിക്കാം എന്നുള്ള തന്ത്രങ്ങളിലൂടെ സകല ജനങ്ങളും രാഷ്ട്രീയവും മതവും ജനത്തിൻ്റെ ഇടയിൽ ആ ഒരു പ്രവൃത്തിയാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ പണമുണ്ടാക്കാൻ വേണ്ടി സകല അക്രമങ്ങളും അഴിച്ചുവിടും, സകല വ്യാജങ്ങളും അവർ പ്രയോഗിക്കും, എല്ലാ വ്യാജ സന്ദേശങ്ങളും അവർ നൽകിക്കൊണ്ടിരിക്കും. അവരുടെ എല്ലാം പോക്കറ്റ് വീർക്കുക, പേഴ്സ് വീർക്കുക, അവർക്കും അവരുടെ മക്കൾക്ക് സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ സംവിധാനം മുഴുവൻ അല്ലേ. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദുഷ്ടന്മാരെന്നുള്ളതാണ്. അവർ കലങ്ങി മറിയുന്ന കടല് പോലെ അവരുടെ ഹൃദയം അല്ലടി അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല അല്ലേരിയ. അതിലെ വെള്ളം ചേറും ചെളിയും അല്ലരിയ മേലോട്ട് തള്ളുന്നത് പോലെ അവർ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ഏത് വിധത്തിലും മറ്റുള്ള മനുഷ്യരെ പിടിച്ചു പറിച്ചും അഴിമതിയിലും കരിഞ്ഞത്തിലും പൂഴ്ത്തിവെപ്പിലൂടെ ഒക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഇത് ആത്മീയ കോളത്തിലും അല്ലാത്ത സാഹചര്യത്തിലും കാണാൻ കഴിയും അല്ലേരിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത അല്ലേരിയ, നാം ദൈവവചനത്തെ അനുസരിക്കണം. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്ന് പറയുന്നു. എന്നാൽ പുറംജാതികളെയും ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സകല ജനത്തിന്റെ ഹൃദയത്തിൽ ദുഷ്ടത ആമേൻ പ്രവർത്തിക്കുമ്പോൾ അല്ലേലൂയ, കലങ്ങി മറിയുന്ന കടല് പോലെ അവർ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ, ചീറും ചെളിയും അവരിൽ നിന്ന് പുറത്തേക്ക് തള്ളുമ്പോൾ അല്ലേലൂയ, അതിന്റെ നടുവിൽ ഒരു കൂട്ടം ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ജനമാക്കി മാറ്റിവെച്ചു. അവർക്ക് സമാധാനം ദൈവം തരും അല്ലേലൂയ. എന്ന് പറഞ്ഞ മാനവകുലത്തിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കുടുംബത്തിനകത്ത് അരാജകത്വങ്ങൾ വന്നപ്പോൾ നമുക്ക് സമാധാനം തന്നത് യേശുക്രിസ്തുവാ അല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നിങ്ങളുടെ കുടുംബം കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ പരിതാപകരമായ അനുഭവത്തിലൂടെ കടന്നുപോയി, കണ്ണുനീരിന്റെ നിലയിലൂടെ കടന്നുപോയി. മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ ചെയ്തു കൂട്ടിയ പ്രവൃത്തി മുഖാന്തരം കുടുംബത്തിനകത്ത് തന്നെ കണ്ണുനീർ നിറഞ്ഞു അല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്ത രീതിയിൽ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് വഴുതിപ്പോയ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ അല്ലേലൂയ. അവരുടെയൊക്കെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സമാധാനം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇസ്രായേൽ ജനം അതുപോലെ തന്നെ അവർ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട അനുതാപത്തോടെ ദൈവസന്നിധി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ലേലൂയ, പുറംജാതികളായിരുന്നവർക്കും ഇസ്രായേൽ ജനത്തിനും അല്ലേലൂയ, ദൂരസ്ഥനും സമീപസ്ഥർക്കുമായവർക്ക് ദൈവം സമാധാനം കൊടുത്തു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നീയും മടങ്ങി വന്നാൽ, മാനസാന്തരത്തോട് മടങ്ങി വന്ന് ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ കർത്താവ് നിനക്ക് സമാധാനം തരും അല്ലേലൂയ. അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിനക്ക് ദോഷമായി മാറും. സകല ജനങ്ങളും നിനക്കെതിരായി മാറും. സകല നിയമങ്ങളും നിനക്കെതിരായി മാറും അല്ലേലൂയ. സകലരുടെയും സംസാരം നിനക്കെതിരായി മാറും അല്ലേലൂയ. അങ്ങനെ നിന്റെ ജീവിതത്തിന്റെ സമാധാനം കെട്ടുപോകും, രക്തം ചെയ്യും. അപ്പം ഹൃദയം കലങ്ങുവാൻ പല കാരണങ്ങളുണ്ട്. ഹൃദയം കലങ്ങാൻ, ഒരു മനുഷ്യന്റെ ഹൃദയം കലങ്ങാൻ പല കാരണങ്ങളുണ്ട്. അനേകർക്ക് കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അവരെ സന്തുഷ്ടരെ പോലെ കണ്ടാലും അവർ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ സമാധാനമില്ലാതെ കലങ്ങി മറിയുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, പലരെയും നമ്മൾ നോക്കിയാലും അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സംസാരിച്ച് നമ്മുടെ മുമ്പിൽ ചിരിച്ച മുഖം കാണിക്കുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. എനിക്ക് ഒരുപാട് മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബത്തിൽ തലമുറകളെ ഓർച്ച് കണ്ണുനീരോടെ അല്ലെങ്കിൽ കടന്നുപോയ സമയങ്ങൾ അല്ലെങ്കിൽ മക്കൾ ചെയ്തു കൂട്ടിയ ദുഷ്പ്രവർത്തികൾക്ക് ആമിലലിയ മാതാപിതാക്കൾ അനുഭവിച്ച വേദന അല്ലേലൂയ. അവരെ നോക്കിയാൽ അവർ പുറമെയുള്ളവരുടെ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകളായിരിക്കും അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ ഭൂമിയിൽ
ജീവിതം ഒരിക്കൽ മാത്രമാണ് സഹോദര. നിനക്ക് ലഭിച്ച സമയം നീ ദുഷ്ടതയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ച് നീ ദൈവവചനത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്കൊരു നിലനിൽപ്പുണ്ട്. നീ ചെയ്തു കൂട്ടിയ സകല ദുഷ്ടതയ്ക്ക് നീ കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ. നീ ചെയ്തു കൂട്ടിയ സകല ദുഷ്ടതയ്ക്ക് നീ കണ്ണുനീർ തൂകേണ്ടി വരും. പിന്നെ മറ്റൊരാളെ നീ പഴിചാരിയത് കൊണ്ട് കാര്യമില്ലെന്നുള്ളത് ദൈവവചനം പറയുക. പ്രിയ, സദൃശവാക്യമൊക്കെ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ സദൃശവാക്യം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകുകയുമാകാം. ഹല്ലേലൂയ. പലരും ചിരിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ ഹൃദയം ദുഃഖമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ, ഒരുപാട് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ പുറമേയുള്ള ഒരു നല്ല ചിരിച്ച മുഖത്തോടെ ഇടപെടുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖമായിരിക്കും. ഭർത്താവിനെ കുറിച്ച്, മക്കളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച്. ഹല്ലേലൂയ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ സംസ്കാരങ്ങളും അവിടുത്തെ ഇടപെടലും വരുമ്പോൾ ഒരുപക്ഷെ വളരെ ദുഃഖം ഹൃദയത്തിൽ വരാം. പക്ഷെ ആ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തി അത് പുറത്തറിയിക്കാതെ ചിരിച്ച മുഖത്തോടെ അവരോട് ഇടപെടും. അതാണ് വചനമായി: ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകാം. ഹല്ലേലൂയ. സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അവസാനം ദുഃഖമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ചൊവ്വായ വഴിയിലൂടെ നടക്കുന്നില്ലെങ്കിൽ, നേരായ വഴിയിലൂടെ നടക്കുന്നില്ലെങ്കിൽ, നേരായ പാതയിലൂടെ മനുഷ്യൻ നടക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് മനുഷ്യൻ നടക്കുന്നില്ലെങ്കിൽ, ആ മനുഷ്യന്റെ ജീവിതം തകരാൻ സാധ്യതയുണ്ട്. തകരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തകർന്നത് തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തെ അനുസരിച്ച് സമാധാന മാർഗത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. അത് ലോകം തരുന്നതല്ല, ദൈവം തരുന്നൊരു ആശ്വാസമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തി വെച്ചിട്ട്, മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തി വെച്ചിട്ട് നാം ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താലും നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുള്ളൂ. രക്തജയം. അത് കുടുംബത്തിലായിരുന്നാലും, സമൂഹത്തിലായിരുന്നാലും, സഭയിലായിരുന്നാലും, ജോലി മേഖലയിലായിരുന്നു എല്ലാം നല്ല പ്രവൃത്തി ചെയ്യണം. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ക്രിസ്തുവിന്റെ നാളോളം നമ്മൾ നല്ല പ്രവൃത്തികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇവിടുത്തെ മതങ്ങൾക്ക് സമാധാനമില്ല, രാഷ്ട്രീയക്കാർക്ക് സമാധാനമില്ല, സംഘടനകൾക്ക് സമാധാനമില്ല. അവരുടെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെയാ. അവരുടെ ഹൃദയത്തിൽ നിന്ന് ചേറും ചെളിയും മേലോട്ട് തള്ളിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് രാത്രി പോലും കിടന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ദുഷ്ടന്മാർക്ക് രാത്രി പോലും കിടന്നാൽ ഉറക്കം വരത്തില്ല. അവരെ എത്ര എയർ കണ്ടീഷൻ ഉള്ള റൂമിൽ കൊണ്ട് കിടത്തിയാലും, എത്ര നല്ല പട്ടുമെത്തിൽ കൊണ്ട് ദുഷ്ടന്മാരെ കിടത്തിയാലും അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അവർക്ക് സമാധാനമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവ ഭക്തന്, അവന് എയർ കണ്ടീഷൻ റൂമുകളോ പട്ടുമെത്തൊന്നും വേണ്ട. അവൻ കിടക്കുന്ന സ്ഥലത്ത് അവൻ സമാധാനത്തോടെ ഉറങ്ങും. അവനൊരു പുൽപ്പായ കിട്ടിയാലും, ഒരു ചാക്കിന്റെ കഷ്ണം കിട്ടിയാലും അവൻ അതിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങും. അതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഹൃദയത്തിന്റെ സമാധാനം. അവന് പിറുപിറുപ്പില്ല, പരാതികളോ പരിഭവങ്ങളോ ഒന്നും അവർക്ക് കാണത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടന്മാർ എപ്പോഴും പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കലക്കത്തിന്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപവും ദുർമാർഗവും അക്രമവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം കലങ്ങാൻ മെയിൻ കാരണം എന്താണ്? പാപമാണ്, അക്രമമാണ്, അല്ലെങ്കിൽ ദുർമാർഗമാണ്. അപ്പൊ മനുഷ്യൻ പാപം ചെയ്ത്, അക്രമം ചെയ്ത്, ദുർമാർഗത്തിലൂടെ ചെന്ന് മറ്റുള്ളവർക്ക് ദോഷം വരുത്തി, മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ധൈര്യപൂർവ്വം പാപപ്രവർത്തികളിലേക്ക് പോകുന്ന അനവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം.
ചിലർക്ക് പാപം ചെയ്യാനായിട്ട് ഭയങ്കര ലൈസൻസാണ്. ഭയങ്കര ധൈര്യത്തോടെ ചിലർക്ക് പാപം ചെയ്യുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, നൊമ്പരപ്പെടുത്തുക, മുറിവേൽപ്പിക്കുക, പരിഹസിക്കുക ഒക്കെ നമുക്ക് കാണത്തില്ലേ? അല്ലേ? കാരണം ഈ പട്ടണങ്ങളിലും തിരുക്കോണുകളിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാലിയായി കിടക്കുന്ന അമലരിയായി ബസ് സ്റ്റോപ്പുകൾ, ബസ് സ്റ്റേഷൻ, ബസ് കേന്ദ്ര, അല്ലെ ബസ് യാത്രക്കാർ ഇരിക്കുന്ന സ്ഥലം വരുന്നില്ല, വെയിറ്റ് ഷെഡ്, അല്ലേരിയ എന്നൊക്കെ അതിന് പല പേരിട്ടിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ഷെഡുകളും റോഡിന്റെ ഇരുവശത്തും ഒക്കെ ഇരിക്കുന്ന, ചില റോഡുകളിലൊക്കെ ഇരുവശത്തും കയ്യാലകളുണ്ട്, മതിലുകളൊക്കെ ഉണ്ട്, അതിൽ കയറിയിരുന്ന റോഡെ കടന്നു പോകുന്നവരെ പരിഹസിക്കുന്ന, കമന്റ് അടിക്കുന്ന അനവധി പൂവാലന്മാരൊക്കെ നിറയപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അല്ലേരിയ. അവരുടെയൊക്കെ രീതി മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരെ ദുഷിക്കുക, അവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക, അതൊക്കെയാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാപം ചെയ്യുന്നതിനകത്ത് ഒരു കൂട്ടം ജനം വളരെ മുൻപന്തിയിലാണ്. അവർക്ക് പാപം ചെയ്യാൻ ലൈസൻസ് കിട്ടിയതുപോലെ അവർ ചെയ്യുന്നത്. അവരെ വിളിക്കുന്ന ദുഷ്ടന്മാരെന്നാ, അല്ലേരിയ. വഴിയെ കൂടെ യാത്ര ചെയ്യുന്നവനെ, വഴിയെ യാത്ര ചെയ്തു പോകുന്ന സഹോദരനായാലും സഹോദരിയായാലും കുട്ടികളെയായാലും പരിഹസിക്കുന്നവൻ, നിന്ദിക്കുന്നവൻ, അവർക്കെതിരെ കമ്മിറ്റി പാസ്സാക്കുന്നവനെ വിളിക്കുന്നത് ദുഷ്ടനെന്നാണ്. കാരണം അവൻ ധൈര്യപൂർവ്വം പാപം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേരിയ. എന്നാൽ ഒരിക്കലവൻ ആ പാപത്തിൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു പരിധി വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നിയമത്തിന്റെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലേരിയ. അങ്ങനെ പലരും പാപം ചെയ്യും. ചിലരൊക്കെ പാപം ചെയ്ത് രഹസ്യമായിട്ടാണ്. നമുക്കറിയാം, അർദ്ധരാത്രിയിൽ പാപം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന അനവധി മാന്യ സഹോദരങ്ങളുണ്ട്. പകലൊക്കെ ഭയങ്കര മാന്യതയിലും മാന്യന്മാരും ഒക്കെ ആയിട്ട് നടക്കും. പക്ഷെ സന്ധ്യ കഴിഞ്ഞാൽ, പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ പാപം ഉള്ളിൽ പ്രവേശിച്ച് പിന്നെ അവർ ചെയ്തു കൂട്ടുന്ന ദുഷ്ടത എത്ര ഭയാനകമായിരിക്കും, അല്ലേരിയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, അല്ലേരിയ, സ്തോത്രം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇരുളിന്റെ ശക്തികൾക്ക് അധീനരായിരുന്നു. ഇരുട്ടിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്ന അനുഭവത്തിലൂടെ യാത്ര ചെയ്ത അനവധി സന്ദർഭങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. പലരെയും ദുഷിക്കുകയും പരിഹസിക്കുകയും പലർക്ക് ദൂഷണവാക്കുകൾ പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവസ്ഥനിൽ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ ദൈവം ഒരു സമാധാനം തന്നു. മുമ്പ് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നടന്നപ്പം ദുഷ്ടന്മാരുടെ സ്വഭാവമായിരുന്നു. അന്ന് സമാധാനമില്ല. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങൾ പാപപ്രവർത്തികളിൽ ബന്ധപ്പെട്ട് നടന്ന മനസ്സാക്ഷിയോടുകൂടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരിക്കലും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു വരും. മനുഷ്യൻ മൂടി വെച്ച് ചെയ്യുന്നതെല്ലാം പുറത്തു വരുമെന്നാണ്. അധികം നാൾ അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല, അല്ലേലിയ. എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ചിലതെല്ലാം പുറത്തു വരും. പ്രൈസലോ. അങ്ങനെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു വരുമ്പോൾ, നിങ്ങൾ ചെയ്ത ദുഷ്ടത പുറത്തു വരുമ്പോൾ നിങ്ങളുടെ മാന്യത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്ത് നിങ്ങൾ വിലപിക്കേണ്ടി വരും. വിലപിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല നിലയിൽ ജീവിച്ചു, നല്ല നിലയിൽ പഠിച്ചു, നല്ല ഉന്നതമായ ജോലിയിലൊക്കെ എത്തി, അല്ലേലിയ. നല്ല സംസ്കാരങ്ങൾ, കുടുംബമൊക്കെ കൊള്ളാം. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ ദുഷ്ടത വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പലരും പാപത്തിന് അധീനരായി. അങ്ങനെ പാപം പല പ്രാവശ്യം ചെയ്ത് അതിനെ മറച്ചു വെച്ചു. പക്ഷെ ഒരു നാളത് പുറത്തു വരുമെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ അങ്ങനെ ചെയ്ത പാപം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ മാന്യതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മെയിൻ ഉദാഹരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നോക്കിയാൽ മതി, പിന്നെ നമ്മുടെ ജനങ്ങളെ നോക്കിയാൽ മതി. അല്ലേരിയ, സഹോദരം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇത് ആത്മീയ ഗോളത്തിലും ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആത്മീയ ഗോളത്തിലും പകലൊക്കെ വലിയ മാന്യതയുടെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് നടക്കുകയും ധരിച്ചു നടക്കുകയും ചെയ്യുന്നെങ്കിലും അവരുടെ ഉള്ളിലും എന്താണ്? വളരെ ദിവ്യാഗ്രഹമാണ്. മറ്റുള്ളവരെ എങ്ങനെ അപഹരിച്ചെടുക്കാം, അവരിൽ നിന്ന് എങ്ങനെ പിടിച്ചു മേടിക്കുക എന്നുള്ള ചിന്തകളിലൂടെ ജീവിക്കുന്നവർ അനവധിയാണ്. അങ്ങനെ പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ആത്മീയ ഗോളത്തിൽ നിൽക്കുന്നവരും പിടിക്കപ്പെടും. എല്ലാ മേഖലയിലും ചതിവ് ചെയ്യുന്നവനെ ദൈവം ന്യായം വിധിക്കും. പ്രൈസലോ. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുക.
തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. പിതാക്കന്മാർ ആമേലധികം നൽകി തന്ന പിതാക്കന്മാർ നടന്ന പാതയിലൂടെ നടക്കാതെ, അവർ അനുസരിച്ച വചനത്തെ അനുസരിക്കാതെ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടന്ന ഇസ്രായേൽ അവരുടെ ജീവിതം പ്രവാസത്തിലേക്കൊക്കെ പോകേണ്ടി വന്നു. പ്രവാസത്തിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സമാധാനമില്ലായിരുന്നു. ഒരിക്കലും അവർക്ക് സന്തോഷം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവർക്കൊരു വീണ്ടെടുപ്പ് ദൈവം കൊടുത്തപ്പോൾ, അവരുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തിൽ നല്ലൊരു രക്ഷകന്റെ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു മടങ്ങിവരവ് കിട്ടി. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കണം. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസകരമായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരെയും നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ നോട്ടം കൊണ്ട് ആരെയും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ നിരൂപണങ്ങളും പ്രവർത്തികളും മറ്റുള്ളവർക്ക് സ്വാന്തനമേകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ വേളകളിൽ താൻ 3.5 വർഷം ഈ ഭൂമിയിൽ കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്തപ്പോൾ നമ്മുടെ കർത്താവിന്റെ അരികിൽ അനവധി ആളുകൾ വന്നുകൂടി. അനവധി ദുഷ്ടന്മാർ വന്നു കൂടിയിട്ടുണ്ട്. പാപികൾ വന്നു കൂടിയിട്ടുണ്ട്. വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചവർ വന്നിട്ടുണ്ട്. കാലൊരു സ്തോത്രം. വിവിധ രോഗികളായി പക്ഷപാതക്കാരെ മുടന്തരെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അനവധി പുറംജാതികൾ യേശുവിന്റെ അരികിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ യേശുവിന്റെ അരികിൽ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു അവരോട് കാണിച്ചൊരു സമീപനമുണ്ട്. സ്നേഹത്തിന്റെ, കരുതലിന്റെ, സമാധാനത്തിന്റെ. ആ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുമായി തീരണമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുക. ആരെയും വിധിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയണം. ഈ ലോകത്തിന് കർത്താവായ യേശു ക്രിസ്തു നൽകി കൊടുത്തൊരു സ്നേഹമുണ്ട്. ലേലിയ. ആ സ്നേഹത്തെ ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നാം മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. ലേലിയ. അല്ലെങ്കിൽ ദുഷ്ടന്റെ ഹൃദയം നമുക്ക് വന്നിട്ട് നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം പാപം പലരും ചെയ്തിട്ട്, പല ക്രൂരപ്രവൃത്തികളും ചെയ്തിട്ട് വളരെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ചില ആളുകൾ കാണത്തില്ലേ, വെറും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യും എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കുന്ന മനുഷ്യനെ വിളിച്ചിറക്കി വെട്ടിക്കൊന്ന അനവധി സംഭവങ്ങളുണ്ട്. റോഡിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നവരെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് വധിച്ച അനവധി വിഷയമുണ്ട്. ഒരു മനുഷ്യനെ തന്നെ പല പ്രാവശ്യം ശരീരം മുഴുവൻ വെട്ടി നുറുക്കി വെറും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തവരുണ്ട്. ഹല്ലേലൂയ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, ദിവ്യാഗ്രഹത്തിന് വേണ്ടി വളരെ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത് സമാധാനം നഷ്ടപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് പലരും ജയിലിലുമുണ്ട്. അങ്ങനെ പാപം ചെയ്തിട്ട് ചിലരുടെ ഉള്ളിലെ ധാരണ എന്താ? പിടിക്കപ്പെടുമോ, പോലീസ് വരുമോ, പിടിക്കപ്പെടുമോ, ഞാൻ ചെയ്തു പോയ ക്രൂരപ്രവർത്തികൾ വെളിപ്പെടുമോ എന്നൊക്കെ ഓർത്ത് വളരെ മനസ്സ് കലങ്ങി, ഹൃദയം കലങ്ങിയിരിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് വരുമോ, അത് കോടതിയിൽ കേസാകുമോ, കോടതി കയറിയിറങ്ങേണ്ടി വരുമോ, ജയിലിൽ പോകേണ്ടി വരുമോ, ജയിൽ ശിക്ഷ നേരിടേണ്ടി വരുമോ, വധശിക്ഷ വരുമോ എന്നൊക്കെ ഹൃദയം കലങ്ങി മറിയുന്ന അനുഭവത്തിലേക്ക് ദുഷ്ടന്മാർ ചെന്നെത്തും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവന് ഈ ലോകത്തെ ഭയപ്പെടേണ്ട. ഇവിടുത്തെ പോലീസിനെ, ഇവിടുത്തെ ജയിലിനെ, ഇവിടുത്തെ കോടതിയെ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് ഫിലിപ്പി ലേഖനം നമ്മൾ വായിക്കും, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാന ജീവിതം കിട്ടണമെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിക്കണം. യേശു ക്രിസ്തു ഇല്ലാത്ത നിങ്ങളുടെ ജീവിതം കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചേറും ചെളികളും മേലോട്ട് തള്ളിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. എന്നാൽ യേശുവിനെ നീ അറിയുന്നെങ്കിൽ, യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിന് വസിക്കുവാൻ നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കും. ഹല്ലേലൂയ. അറിയാം, വളരെ പാപപ്രവർത്തികൾ ചെയ്ത് ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പലരും കൂട്ടുകൂടി ബാറുകളിലും കള്ളുഷാപ്പുകളിലും ബീവറേജുകളിലൊക്കെ പോയി, അതുപോലെ വിവിധ ലഹരികളൊക്കെ ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ടിട്ട് വളരെ ധൈര്യപൂർവ്വം ക്രൂരപ്രവർത്തികൾ ചെയ്തു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കും യാതൊരു മടിയില്ലാത്ത ദുഷ്ടന്മാരുണ്ട്.
മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, സ്ഥാനമാന പാരമ്പര്യത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിലൊക്കെ അല്ലേലൂയ, അത് മദ്യത്തിന് അടിമയായിട്ടാ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിന്റെ ജീവിതത്തിലെ മദ്യപാനം പോലും നിന്നെ തുട്ടനാക്കി മാറ്റും. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഉപയോഗിക്കുന്ന മദ്യം, നീ ഉപയോഗിക്കുന്ന ലഹരികൾ, മയക്കുമരുന്നുകൾ നിന്നെ ക്രൂരമായ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും. നിന്നെ ഒരു ക്രൂരനാക്കി മാറ്റും. അവസാനം നിന്റെ ജീവിതം എന്ന് പറയുന്നത് ജയിലറക്കകത്ത് നീ അകപ്പെടും. അല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ചെയ്തു പോയ സകല പ്രവൃത്തികളെ കുറിച്ച് നിനക്ക് ബോധ്യമായി അനുദപിച്ച് നീ ദൈവത്തിലേക്ക് വന്ന്, യേശുവിലേക്ക് വന്ന് നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം വരുത്തണമെങ്കിൽ അല്ലേലിയ, നിനക്കൊരു സമാധാനം ദൈവം തരും. പ്രൈസ്. നമുക്കറിയാം, സകല ജനത്തോടും ചോദിച്ചാൽ എന്താണ്? സമാധാനമില്ല, സമാധാനമില്ല എന്നാ എല്ലാവരും പറയുന്നത്. അല്ലേലിയ. കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരൻ പറഞ്ഞു, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, അങ്ങ് ജീവിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്? അദ്ദേഹം പറഞ്ഞത് പുറത്തു പറയാൻ പറ്റത്തില്ല, ആരോടും പറയാൻ പറ്റത്തില്ല. ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, എന്നോട് ആമി സംസാരിച്ചതാണ്. അല്ലേലിയ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച വിഷയങ്ങളൊക്കെ പറയുവാൻ കഴിയുമോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, പാസ്റ്റർ പറയുമോ? അല്ലേ? ഞാൻ എൻ്റെ നമ്പർ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം വിളിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പേടി, താൻ ചെയ്ത ക്രൂരമായ പ്രവർത്തികൾ എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ കാണും. താൻ ക്രൂരത ചെയ്തുകൊണ്ട് ആ ക്രൂരപ്രവൃത്തി എന്തെങ്കിലും വെളിപ്പെട്ട് വരുവോ, വെളിച്ചത്താകുവോ, അതിന് താൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് ചഞ്ചലപ്പെടുന്നവനായിരിക്കാം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമുക്കൊക്കെ അല്പകാല ജീവിതമാണ്. ആ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിറഞ്ഞ സന്തോഷത്തോടെ ജീവിക്കണം. ആർക്കും ദോഷം ചെയ്യരുത്, ആർക്കെതിരെ നമ്മൾ തിന്മ പ്രവർത്തിക്കരുത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു നന്മയും നമ്മൾ ആഗ്രഹിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് ചുറ്റിൽ അനവധി ആളുകൾ കാണും, അല്ലെങ്കിൽ നല്ല നിലയിൽ ജീവിക്കുന്നവരെ. അവരുടെ ഒരു നന്മകളും നിങ്ങൾ ആഗ്രഹിക്കാതെ, അവർക്കെതിരെ ഒരു ദോഷവാക്ക് പോലും പറയാതെ, അല്ലേരിയ, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അല്ലേരിയ. ഇവിടെ എല്ലാവരും സ്തോത്രം, പലരും പാപം ചെയ്തിട്ട് അവരുടെ മനസ്സാക്ഷി ബാധിക്കപ്പെട്ടിട്ട് അവരുടെ ഹൃദയം കലങ്ങി കുറ്റവാളിയായി അല്ലെങ്കിൽ തീരുന്നോ കാണാൻ കഴിയും. അല്ലേരിയ. ക്രൂരതയുടെ മുഖം വെളിപ്പെടും. നമ്മൾ ഈ ജയിലുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലേരിയ. ഞാൻ ഈ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപം മുഖാന്തരം, ക്രൂരമായ പ്രവൃത്തി മുഖാന്തരം, എൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത മുഖാന്തരം ഞാൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്ക് അനുസൃതമായി ജയിൽ ശിക്ഷകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എന്നോടൊപ്പം ജയിലുണ്ടായിരുന്ന അനവധി ആളുകളുടെ മുഖത്തിൻ്റെ ക്രൂരതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ക്രൂര സ്വഭാവത്തെ കണ്ടിട്ടുണ്ട്, അവിടെ പ്രതികാരത്തെ കണ്ടിട്ടുണ്ട്. അല്ലേലൂയ. അങ്ങനെ ക്രൂരമായ മനോഭാവം, ക്രൂരമായ സ്വഭാവമൊക്കെ അവരുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ ഒരു ക്രൂരനായി ദുഷ്ടനായി ഞാനും ചെന്നെത്തുന്നത്. പക്ഷെ ഞാൻ വീണ്ടും ക്രൂരനായും ദുഷ്ടനായും മാറിയില്ല. ദൈവം എനിക്ക് സമാധാനം തന്നു. മറ്റുള്ളവരെ കണ്ടപ്പോൾ, മറ്റുള്ളവരെ കണ്ട് പഠിച്ചപ്പോൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ചെയ്തു കൂട്ടിയ ക്രൂരമായ പ്രവൃത്തികളെക്കുറിച്ച് എനിക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. അതെന്നെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നു, മാനസാന്തരത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ഹൃദയം രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി കൊടുത്തു. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എന്നെ കർത്താവിൻ്റെ മകനായി വിളിച്ചു വേർതിരിച്ചു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു ഞാൻ സമാധാനമില്ലാത്ത ജീവിതത്തിലായിരുന്ന എന്നെ കർത്താവിലേക്ക് സമാധാനം തന്നു. അതേ സ്നേഹിത, ഈ സമാധാനം യേശു നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സൂരി, നീ ഏതെങ്കിലും വിധത്തിൽ കുറ്റം വിധിച്ച്, നീ ഏതെങ്കിലും വിധത്തിൽ നിന്റെ മനസ്സാക്ഷി ബാധിക്കപ്പെട്ട് അല്ലേലൂയ, നീ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ നീ യേശുവിലേക്ക് വന്നാൽ സമാധാനം നമ്മുടെ യേശു തരും. രക്തം ചെയ്യും. നിങ്ങളുടെ ഏത് പ്രശ്നത്തിൽ സമാധാനം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പം ദാവീദ് ബേത്ശേബയുമായി പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു, അതിനെ ഓർമ്മിപ്പിച്ചു. ആ വാക്കുകൾ ദാവീദിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അവന്റെ പാപം കർത്താവിനോട് ഏറ്റുപറയുവാൻ ദാവീദ് ആഗ്രഹിച്ചു.
ഹല്ലേലൂയ. അങ്ങനെ ദാവീദിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു എന്നുള്ളത് ദൈവവചനത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 51 സങ്കീർത്തനത്തിനകത്ത് അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവജനം പറയുകയാണ്, ഹല്ലേലൂയ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായി ഇരിക്കുന്നത് തന്നെ. ദാവീദ് തന്റെ പാപത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ ഹൃദയത്തിനകത്ത് വന്ന ദുഷ്ടതകൾ താൻ മറച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും, ഹല്ലേലൂയ, ദാവീദിന്റെ ഹൃദയത്തിനകത്ത് കലങ്ങിമറിയുന്ന കടൽ പോലെ ദുഷ്ടതയുടെ ആ വെള്ളം പൊങ്ങിയപ്പോൾ ചേറും ചെളിയും മേലോട്ട് തള്ളി ഊരിയാവിന്റെ ഭാര്യയായിരുന്ന ബേർശേബയെ താൻ സ്വന്തമാക്കി കഴിഞ്ഞ് ആരും അറിയാതെ കൊട്ടാരത്തിൽ സുഖമായ ജീവിതം നയിക്കുന്ന സമയത്താണ് ആരും തന്റെ പാപം കാണത്തില്ല, ആരും തിരിച്ചറിയത്തില്ല, ഇത് രഹസ്യമായി സൂക്ഷിക്കുകയാണെന്നുള്ള ചിന്തയിലൊക്കെ ദാവീദ് കടന്നുപോയപ്പോഴാണ് യഹോവയായ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചതും നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ ജീവിതത്തിലെ പാപങ്ങളെ ഉണർത്തിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ ഭാഗമാണ് നാം വായിച്ചത്: എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, തന്നിലേക്ക് തന്നെ നോക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആരും മറ്റുള്ളവരുടെ ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ വശീകരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കൽ ദൈവം കണ്ടുപിടിക്കും കേട്ടോ. പ്രൈസലോ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെയൊക്കെ സംസാരിക്കും കുഴപ്പമൊന്നുമില്ലതേ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് എന്നിട്ട് ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, 51 സംഗീതം 11 വാക്യത്തിൽ ദാവീദ് പറയും: നിന്റെ സാന്നിധ്യത്തിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുതേ. ദൈവത്തിന്റെ സന്നിധി തള്ളിക്കളഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന് പോയി കഴിഞ്ഞാൽ പിന്നെ ദാവീദിന് സമാധാനമില്ല. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുക, നെടുമ്പാട് വീണ കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദുഷ്ടതയെ മാറ്റിയിട്ട് ഹല്ലേലൂയ എനിക്കൊരു സമാധാനം നൽകണം. അങ്ങനെ അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം സമാധാനം കൊടുത്തെങ്കിൽ ആ ദാവീദിനെ ദൈവം പിന്നെ ഉയർത്തി. പിന്നത്തെ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന. ഹല്ലേലൂയ. അത് നീ മടങ്ങി വന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കും. നിന്റെ പാപങ്ങൾ എത്ര കടുംചുമ്പായിരുന്നാലും, ഹല്ലേലൂയ, അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ നിന്നെ കഴുകി വെടിപ്പാക്കിയെടുത്ത് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകർന്ന് നിന്നെ മകനായി മകളായി സ്വീകരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഏത് ക്രൂരമായ പാപത്തെയും പൊറുക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ലോകം പൊറുക്കത്തില്ല. നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരമായ പാപങ്ങൾ, പാപ സ്വഭാവങ്ങൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത ദുഷ്ടതകൾ നിങ്ങൾ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം ലോകം പറഞ്ഞുകൊണ്ടിരിക്കും. ആ ലോകക്കാരത് മറക്കത്തില്ല. പക്ഷേ നീ കർത്താവിലേക്ക് വരുമ്പോൾ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപങ്ങളെ മുഴുവൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ലോകത്തിൽ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അത് കർത്താവായ യേശുക്രിസ്തുവാണ് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മകനെ, മകളെ, എന്നെ കേൾക്കുന്ന യുവാവേ, യുവതി, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഹൃദയത്തിന്റെ ക്രൂരതയെ നീ മാറ്റിക്കളഞ്ഞിട്ട് മടങ്ങി വന്നാൽ ഹല്ലേലൂയ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി: ദുഷ്ടന്മാരുടെ ആചാരപ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ഹല്ലേലൂയ. അപ്പം ദുഷ്ടനും പാപിയും പരിഹാസി, അല്ലേ, അവന്റെ നടപ്പും ഇരിപ്പും, ഹല്ലേലൂയ, സ്തോത്രം, അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ആമെ ഫലം കായ് ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്നൊക്കെ സങ്കീർത്തനം എഴുതുമ്പോൾ 1-ാം സംഗീതം രേഖപ്പെടുത്തി വെച്ചു. അല്ലേ? അപ്പൊ നമ്മൾ അനുദപിച്ച് മടങ്ങി വന്നാൽ നമുക്ക് ദൈവവചനത്തിൽ സന്തോഷിപ്പാൻ ഏറെ വകയുണ്ട്. അല്ലേ? വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് സംഖ്യാപുസ്തകം 32:23 നമുക്ക് വായിക്കാൻ കാണും. ദോഷം പാപികളെ പിന്തുടരുന്നുവെന്ന് സദൃശവാക്യം 13:21 കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും,
അല്ലെങ്കിൽ തന്റെ പാപവാശങ്ങളാൽ അവൻ പിടിക്കപ്പെടുമെന്ന് സദൃശവാക്യം 5:22 കാണാൻ കഴിയും. സദൃശവാക്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങ് വായിക്കണം. സദൃശവാക്യം എന്ന് പറയുന്നത് ദൈവഭക്തനായാലും അല്ലെങ്കിൽ നിങ്ങൾ വേദപുസ്തക സദൃശവാക്യം വായിക്കണം. അത് വായിക്കാൻ ആ വചനമൊക്കെ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ യഥാർത്ഥ രൂപ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ഗുണങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം സദൃശവാക്യത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അല്ലേ? അപ്പം അതിനെ രേഖപ്പെടുത്തും. അപ്പം തന്റെ മനസ്സാക്ഷി ബാധിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ പാപക്ഷമ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ കർത്താവിന്റെ പാദങ്ങൾക്കരികെ കണ്ണുനീരുകൊണ്ട് പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകി. അവളുടെ പ്രവൃത്തി കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു, മകളെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന യേശുക്രിസ്തു സംസാരിക്കുന്നത് ലൂക്കോസ് വിശേഷം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. 7-ാം അധ്യായം വായിച്ചെന്ന് കാണാൻ കഴിയും. എൻ്റെ 37 തൊട്ടുള്ള ഭാഗങ്ങളാന്ന് തോന്നുന്നു. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ യേശുവിന്റെ അരികിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവർക്കെല്ലാം സമാധാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ് എത്ര ക്രൂരനായിരുന്നാലും യേശുവിന്റെ അരികിൽ വന്നാൽ സമാധാനം കിട്ടും. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ എൻ്റെ 10-25 വർഷം ഈ വെറും ക്രൂരനായി ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക, മറ്റുള്ളവരെ കളിയാക്കുക, പരിഹസിക്കുക, ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ആമെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, ഇങ്ങനൊക്കെ നടന്നൊരു കാലഘട്ടം. അന്ന് എൻ്റെ ഹൃദയമൊക്കെ ദുഷ്ടന്റെ ഹൃദയം പോലായിരുന്നു. ഞാൻ എന്നെ പറയുമ്പോൾ ആർക്കും കുഴപ്പമില്ലല്ലോ. എന്നാൽ ഞാൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ദുഷ്ടത മുഴുവൻ മാറിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ 1 പത്രോസ് 2:1 കാരണം ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ അല്ലെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാൽക്കുടിപ്പം വാഞ്ചിപ്പിന്ന് പത്രോസ് നമുക്ക് ഒരാലോചന തരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലുണ്ട് സകല ദുഷ്ടതയും ചതിയും വഞ്ചനയും വ്യാജഭാവവും ഇതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ വചനത്താൽ നമ്മുടെ ഹൃദയം നിറയ്ക്കണം. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളവരായി മാറണം. രക്തം ചെയ്യും. അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതമൊക്കെ പഠിച്ചാലും അങ്ങനെ. പൗലോസിനെ യേശു ദമസ്കോസ് പടിക്കൽ വെച്ച് സന്ദർശിക്കുന്നതിന് മുമ്പ് പൗലോസിന്റെ ഹൃദയമൊക്കെ വളരെ ദുഷ്ടത നിറഞ്ഞ ദൈവമക്കളെ ക്രിസ്തുമാർഗത്തിൽ മുന്നോട്ട് പോകുന്നതിനെ കണ്ടുപിടിച്ച് അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ വെച്ച് കൊന്നുകളയുന്ന വെറും ദുഷ്ട ഹൃദയമുണ്ടായിരുന്ന ശൗല്, ലേലിയ. ആ ശൗലിലേക്ക് ദൈവം ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിന്റെ ദുഷ്ടതയെക്കുറിച്ച് ശൗല് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് അനുദപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നത്തേത് ആ ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റി, അപ്പോസ്തലനാക്കി മാറ്റി. പിന്നീട് പൗലോസിലൂടെ ഈടുറ്റ 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് എഴുതി ദൈവം നമുക്ക് തന്ന കരങ്ങളിൽ. അപ്പോൾ അവിടെ ഏത് ദുഷ്ടനെ ദൈവം ഉപയോഗിക്കും. ഏത് ദുഷ്ടനും മടങ്ങി വന്ന് അനുദപിച്ചു വന്നാൽ അവനെ ദൈവം മാനിക്കുന്നുള്ള ഉറപ്പല്ലേ വേദപുസ്തകം തരുന്നത്. അല്ലേ? അതേ പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത പാപങ്ങളുണ്ടെങ്കിൽ, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ കിടപ്പുണ്ടെങ്കിൽ, സ്വമേധ തെറ്റുകൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, നിന്റെ രഹസ്യ പാപങ്ങൾ, നിന്റെ പരസ്യ ജീവിതത്തിൽ രഹസ്യമുള്ള പാപങ്ങൾ, അത് മുഖാന്തരം നിനക്ക് സമാധാനമില്ലാത്ത നീ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ, യേശുവിനോട് നീ ഏറ്റു പറഞ്ഞാൽ കർത്താവ് നിന്നോട് ക്ഷമിക്കും, രക്തം ചെയ്യും. അനുതാപത്തോടെ വന്നാൽ നിനക്കൊരു സമാധാന ജീവിതം യേശു തരും. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരുവാൻ ഈ ലോകത്തിൽ ഒരു മത നേതാവിനും കഴിയത്തില്ല, ഒരു പുരോഹിതന്മാർക്കും കഴിയത്തില്ല. ആദ്യം ഇവിടുത്തെ ക്രൈസ്തവൻ്റെതായിരുന്നാൽ, ഇസ്ലാമിൻ്റെതായിരുന്നാൽ, ഇവിടുത്തെ ഹിന്ദുവിൻ്റെതായിരുന്നാൽ, ഇവിടുത്തെ ഏത് ജാതി മത വർണ്ണ വ്യത്യാസത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവന്റെ മതങ്ങൾക്കായിരുന്നാലും രാഷ്ട്രീയക്കാർക്കായാലും സംഘടനകൾക്കായിരുന്നാലും നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരാൻ കഴിയില്ല. നിങ്ങളുടെ പാപങ്ങളെ മോചിച്ചു തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മനുഷ്യരോട് നിങ്ങൾ പറയാതെ, മനുഷ്യരോട് ഏറ്റുപറയാതെ നിങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറയണം. പാപം മോചിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്രൂശിന്മേൽ കർത്താവ് ചുമന്നു എന്ന് ദൈവവചനം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്രൂശിന്മേൽ ചുമന്നു എന്ന് പറഞ്ഞാൽ 1 പത്രോസിന്റെ ലേഖനം 2:24 ഇങ്ങനെ വായിക്കുന്നു:
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ പാപങ്ങളെ സ്വയം ഏറ്റെടുത്തു. നാം അനുഭവിക്കേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തു. നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു ക്രൂശിൽ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമ നിമിത്തം തകർന്നു വിരിക്കുന്ന പ്രവാചകൻ യെശയ്യാ 53:5 പറയുന്നു. അതേ സഹോദര സഹോദരി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി. നിന്റെ പാപങ്ങളെ അകൃത്യങ്ങളെ മുഴുവൻ യേശു ഏറ്റെടുത്തു. ഹല്ലേലൂയ. നിന്നെ സ്വതന്ത്രമാക്കി മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടതയെ മാറ്റിക്കളയുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നീ ദൈവത്തിലേക്ക് വന്നാൽ നിന്റെ ഹൃദയം സമാധാനത്താൽ ജീവിക്കും. അല്ലെങ്കിൽ യെശയ്യാ പറഞ്ഞത് ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെ, അതിലെ ചെളിയും ചേറും മേലോട്ട് തള്ളുന്നത് പോലെ നിങ്ങൾ എന്നും പാപത്തിൽ വസിച്ച് നിരാശനായി അവസാനം നിങ്ങൾ മരിച്ച് നരകത്തിൽ അകപ്പെടും. ഹല്ലേലൂയ. എന്ന മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ പാപം മോചിക്കപ്പെട്ട് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. രക്തം ചെയ്യും. ആരെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാതെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് സമാധാനം തരാൻ ആഗ്രഹിക്കുക. നിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ, നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനുതാപത്തോടെ മടങ്ങി വരുവാൻ കഴിയുമോ സഹോദര സഹോദരി? നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ മുഴുവൻ അറിയുന്നവൻ, നിന്റെ മനസ്സിന്റെ നിരൂപണങ്ങൾ പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവൻ യേശുകൊണ്ട് നിന്റെ മടങ്ങി വരവ് നോക്കി യേശു കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നീ മടങ്ങി വന്നാൽ തൽസമയം നിനക്ക് സമാധാനം കിട്ടും. ഹല്ലേലൂയ. ഇവിടെ എന്താണ്? നിങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണ പശ്ചാത്താപത്തോടെ നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹല്ലേലൂയ ആ പാപങ്ങൾ പോലും പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ നമ്മുടെ യേശു ക്രിസ്തുവിന് കഴിയും. രക്തം ചെയ്യും. അതിനൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ദൈവഭക്തന്മാർക്ക് ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ പാപങ്ങൾ കടുംചുവപ്പായി രക്താംബരം പോലെ ചുവന്നിരുന്നതായിരുന്നു. ഞങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ യേശു തന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ പഞ്ഞുപോലെ വെളുപ്പിച്ച് നിർമ്മല മനസ്സാക്ഷി നിർമ്മല ഹൃദയമുള്ളവരായി അല്ലും ഞങ്ങളെ കർത്താവ് വേർതിരിച്ചു. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഈ വചനം പ്രസംഗിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിനക്കൊരു മാനസാന്തരം ആവശ്യമാണ്. നിന്റെ കുടുംബത്തിന്റെ തകർച്ച, നിന്റെ തലമുറയുടെ തകർച്ച, നിന്റെ ഭർത്താവിന്റെ തകർച്ച, നിന്റെ ഭാര്യയുടെ തകർച്ച, നിന്റെ ജീവിതത്തിന്റെ തകർച്ച, നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാം പരാജയം, അതെല്ലാം കാരണം നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടതയാ. ഹല്ലേലൂയ. നിന്റെ കുടുംബം ഉയരാത്തതിന്റെ കാരണം നിന്റെ ഹൃദയത്തിൽ ദുഷ്ടത നിൽക്കുന്നു. ഹല്ലേലൂയ. അവയെല്ലാം നീ ഏറ്റുപറയണം, പുറത്തു കളയണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം പരികിയിൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് സദസ്യവാക്യം 28:13 വായിക്കുന്നത്. അത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ നമ്മൾ വായിച്ചല്ലോ, 57:21 നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം. അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. എന്നാൽ അനുദപിച്ച് മടങ്ങി വരുന്നവർക്ക് ദൈവം സമാധാനം തരും. അത് ഇന്ന് പകൽ ആരെങ്കിലും സമാധാനമില്ലാതെ ജീവിക്കുന്നെങ്കിൽ ഒരു നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? പാപങ്ങൾ ഏറ്റുപറയാമോ? യേശുവിനെ സ്നേഹിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവ സമാധാനം തരും. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ചെറിയുടെയും വലിയ വിവരങ്ങൾ ഏൽപ്പിക്കും. കൊണ്ടുവിട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന കേരളത്തിനും ഭാരലോക രാജ്യങ്ങളുള്ള എല്ലാ ജനത്തെയും ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നു രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന ജനത്തെ അവിടെ കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾക്കും BSF, ഹല്ലേലൂയ, ക്രമസമാധാന പാലകർ, നിയമപരമാണ് രഹസ്യാംശങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ, കരയിലും കടലും ആകാശമാർഗം വാഹനോടിക്കും വാഹനയാത്ര വാഹനം സെയിൽസ് ചെയ്യുന്നവർ, ഹല്ലേലൂയ, സമുദ്രരാമേശ്വരം കടലോരവാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, കരികളിലും കമ്പനി ഫാക്ടറി ജോലി ചെറുതും വലുതും എല്ലാ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, ഹല്ലേലൂയ, സകല കർത്താവ് യൂണിയൻ രംഗം, ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുക എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ്, എല്ലാ വാഹനം ഓടിക്കുന്നവരെയും കർത്താവ് സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, പൊതുമേഖലകളിൽ ഭരണവിദ്വേഷ പാർട്ടികൾ, ഹല്ലേലൂയ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്രമാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർ,
എല്ലാ മേഖലയിലും ജനത്തെ പ്രത്യേകിച്ച് മത നേതാക്കന്മാരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മനസ്സാണ് ശേഷുദ്ധൻ ബാല്യത്തിൽ കുമാരി യുവനത്തിൽ വാർന്നു രാൻപുരത്തിൽ അച്ഛനെ ഓർഫനെ ചോട്ട് യുവ തടവറയിലായിരിക്കുന്നവർ, മദ്യലോപികളെ മയക്കുമരുന്ന് രോഗികളെ, എല്ലാ കർത്താവി മദ്യപാനികളെ മയക്കുമരുന്ന് അടിമപ്പെട്ടവർ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ സ്തോത്രം കർത്താവി ഞങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയിരിക്കുന്നവർ, രാജ്യത്ത് ജോലി ചെയ്യുന്നവർ, കഷ്ടസഹിക്കുന്ന വേദന അനുഭവിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവ് അവർക്കെല്ലാം ഒരു മാനസാന്തരം കൊടുക്കണമേ. അല്ലെങ്കിൽ മധ്യ കർത്താവ് സ്തോത്രം എല്ലാ തീവ്രവാദികളും ഭീകരവാദ വർഗീയവാദികൾ അവർ ചെയ്യുന്ന സകല ദൂഷ്ടതയും മുഖാൽ സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ ജനം മടങ്ങി വന്ന് മാനസാന്തരം അനുദവിച്ച് ക്രിസ്തുവേശുവിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ജനത്തിന്റെ ഹൃദയങ്ങളെ ദൈവം തുടങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നത്. സകല അശുദ്ധിയും ജനം വിടിവിക്കപ്പെട്ട് സകല പാപത്തിൽ ജനം വിടിവിക്കപ്പെട്ട് യഥാർത്ഥ സമാധാനത്തിലേക്ക് മടങ്ങി ഒരു സകല ജനത്തെ ഓർക്കുന്നു. യേശു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങൾ ഇവർക്കും ഉപദ്രവിക്കേണ്ടി പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞ പോലെ നല്ല മനസ്സിൻ്റെ ഉടമകളായി സമാധാനം നിറഞ്ഞ ജീവിതമായി ഈ ജനത്തിന്റെ ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലെ ദൈവനീതി വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവത്തെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ സകല ദുഷ്ടതയും മടങ്ങി വരുവാൻ, ദൈവസന്നിധാനപ്പെടുവാൻ, സകല പാപങ്ങൾക്ക് പരിഹാരം നൽകി യേശുക്രിസ്തുവിന്റെ മാത്രം ആ പാപമോചനം പ്രാപിപ്പാൻ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.